മുസ്ലിം ആകാനുള്ളതാണ്. മുസ്ലിം ആകണം. എങ്ങനെ? അള്ളാഹുവിന്റെ മസ്ജിദിൽ വെച്ചുകൊണ്ട് ഉലമാക്കൾ വയൽ പറയാറുണ്ട്. ഉലമാ വയലാണ്, മുസ്ലിമാണ്. അതുകൊണ്ടാണ് പണ്ഡിതനായി പള്ളിയിൽ അവതരിപ്പിച്ചത്. കമ്മിറ്റിക്കാരും ഞാനും നിങ്ങളും സദസ്സിലിരിക്കുകയാണ്. ഉസ്താദ് വയൽ പറയുമ്പോൾ ഇടക്ക് ഉസ്താദ് ഒരു വാക്ക് പറഞ്ഞു, നല്ലൊരു മുസ്ലിമായി ജീവിച്ച് മുസ്ലിമായി മരിക്കാൻ അള്ളാഹു നമുക്ക് തൗഫീക്ക് ചെയ്യട്ടെ. നമ്മൾ ആമീൻ പറഞ്ഞില്ലേ? നിങ്ങൾ ശരിക്കും ചിന്തിച്ചുകൊണ്ടാണോ ആമീൻ പറഞ്ഞത്? ശരിയല്ലേ? പള്ളിക്കത്തെ മൂലൊരു മുസ്ലിമാണ്. മുസ്ലിമായ മൂലൊരു ഉസ്താദ് എവിടെയുള്ള ആളാണെന്ന് അറിയില്ല. സോഷ്യൽ മീഡിയയിൽ വളരെ വൈറലായിട്ടുള്ള ഒരു വീഡിയോ ആണ്. അദ്ദേഹം പ്രസംഗിക്കുന്നത് ഒരു സാധാരണ ഒരു സ്ഥലത്ത് വെച്ചിട്ടാണ് പ്രസംഗിക്കുന്നത്. അതായത് പ്രസംഗ പീഠത്തിൽ നിന്നല്ല, അതായത് സ്റ്റേജിൽ വെച്ചിട്ടൊന്നല്ല. ഇവരെ പോലുള്ള പണ്ഡിതന്മാരും നമ്മുടെ സമൂഹത്തിലുണ്ട്. മതപ്രഭാഷണ പരിപാടികളൊക്കെ നമ്മൾ കാണുന്നതാണ്. വലിയൊരു സെറ്റപ്പോട് കൂടിയിട്ട് എല്ലാ സൗകര്യങ്ങളോട് കൂടിയിട്ടില്ലാണ് മതപ്രഭാഷണങ്ങൾ ഇന്ന് അധികവും നടക്കുന്നത്. ഇവര് അതിൽ നിന്നൊരു വ്യത്യസ്തമായിട്ടാണ്, വളരെ വേറിട്ടിട്ടാണ്, എത്ര മാധുര്യത്തോട് കൂടിയിട്ടാണ് അദ്ദേഹത്തിന്റെ ആ പ്രസംഗത്തിന്റെ രീതി. ആരെയും ആകർഷിക്കുന്ന ആ പ്രസംഗ ചാരുതയിൽ ആരെയും പിടിച്ചിരുത്തുന്ന തരത്തിലുള്ള ഒരു കഴിവ് അദ്ദേഹത്തിനുണ്ട്. ഈ ഉസ്താദ് എവിടെയുള്ള ആളാണെന്നോ ഇത് ഉസ്താദിന്റെ പേരെന്താണെന്നോ അറിയില്ല. ഇത് അറിയുന്നവർ, ഉസ്താദിനെ കുറിച്ച് അറിയുന്നവർ ഈ വീഡിയോയുടെ താഴെ ഒന്ന് കമന്റ് ചെയ്താൽ നന്നായിരിക്കും. ഇവരുടെ പ്രസംഗം ഇതിനെ തീർച്ചയായിട്ടും നമ്മൾ ഉപയോഗപ്പെടുത്തണം. അദ്ദേഹത്തിന് നല്ലൊരു സ്റ്റേജും കാര്യങ്ങളൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഒരുപാട് പേരെ ആകർഷിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു പ്രസംഗ രീതിയാണ് അദ്ദേഹത്തിൻ്റെത്. ഇവരെ പോലുള്ളവരൊന്നും ആരും ഗൗനിക്കുന്നില്ല എന്നതാണ് മറ്റൊരു വസ്തുത. സോഷ്യൽ മീഡിയയിൽ ലക്ഷക്കണക്കിന് ആൾക്കാർ കണ്ട വീഡിയോ ആണിത്. കഴിഞ്ഞ ദിവസമാണ് എനിക്ക് വാട്സപ്പിൽ ഒരു സുഹൃത്ത് വീഡിയോ അയച്ചു തന്നത്. ഈ വീഡിയോ കണ്ടപ്പോൾ സത്യത്തിൽ വളരെ ആകർഷണം തോന്നിപ്പോയി. ഈ മതപ്രഭാഷണ രീതിയിൽ നിന്ന് വ്യത്യസ്തമായിട്ടാണ്, വളരെ നല്ല രീതിയിൽ, വളരെ മാധുര്യം ഉദ്ദേശിക്കുന്നത് അത് ആകർഷണമാണ്. അപ്പൊ ഏതിനെയും നമുക്ക് ഒരു ആകർഷണം ഉണ്ടായാൽ കഴിഞ്ഞാലല്ലേ ശ്രോതാക്കൾ ഉണ്ടാവും. അപ്പൊ എത്ര വലിയ പ്രാസംഗികനായാലും ശരി, ആ പ്രാസംഗികന്റെ പ്രസംഗത്തിന്റെ ഇതാണ്, ആകർഷണമാണ്. ആ പ്രസംഗം കേൾക്കാൻ ആയിരക്കണക്കിന് പേർ കൂടി നിൽക്കുന്നത്. അതിന് പുറമെ ഇപ്പൊ മൈക്ക് സെറ്റിന്റെ കഴിവും മറ്റും ഒക്കെ ഉണ്ട്. പക്ഷെ അതൊന്നും ഒരു ഇതും ഇല്ലാതെയാണ് അത് എത്രത്തോളം മാധുര്യത്തോടു കൂടി ആ പ്രസംഗിക്കുന്നത്. വളരെ പഠനാർഹമായിട്ടുള്ള വിഷയമാണ് അദ്ദേഹം സംസാരിക്കുന്നത്. അതായത് മറ്റുള്ളവരുടെ ഇതിനെ കുറ്റപ്പെടുത്തിയിട്ടോ അല്ലെങ്കിൽ മറ്റുള്ള ഇതിനെ കുറിച്ചിട്ടുള്ള ഒരു രീതിയൊന്നല്ല. ഒരു മുസൽമാൻ ഒരു ഇസ്ലാമിക ജീവിതത്തിൽ എന്തെല്ലാം രീതിയിൽ പകർത്തണം എന്നുള്ള രീതിയിലാണ്. അപ്പൊ അദ്ദേഹം അതിൽ കൂടി പറയുന്നുണ്ട്, നമ്മളൊക്കെ മുസ്ലിങ്ങളാണ് എന്നുള്ള ഒരു അഹങ്കാര മനോഭാവത്തോട് കൂടിയിട്ടാണ് നമ്മളൊക്കെ ജീവിക്കുന്നത് എന്നത്. ഏതായാലും നമ്മൾ ഈ ഉസ്താദിന് കഴിയുന്നവരൊക്കെ ഒരു സ്റ്റേജ് കൊടുത്ത് അദ്ദേഹത്തിന്റെ ഒരു കഴിവിനെ ഉപയോഗപ്പെടുത്തുക എന്നാണ് ഈ അവസരത്തിൽ അപേക്ഷിക്കാനുള്ളത്.